ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൊക്കെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് മുഴുവനായി കാണുക, സബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ രാവിലത്തെ വിശേഷങ്ങളും ഉച്ചക്കലത്തെയും വൈകുന്നേരത്തൊക്കെ അടങ്ങിയൊരു വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ അടുക്കള വിശേഷങ്ങളൊക്കെ ഇട്ടിട്ട് കേട്ടോ. കുറച്ച് ദിവസം ടൂറും ടൂറ് പോണ വീഡിയോസ്, അതുപോലെ വീട്ടിൽ പോകണം അങ്ങനത്തെ വീഡിയോകളൊക്കെ ആയിരുന്നില്ലേ അധികം ഇട്ടിരുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇനിയിപ്പോൾ ഇടാൻ ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ടൂറും വീട്ടിൽ പോക്കൊന്നും ഉണ്ടാവില്ല, ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ രാവിലത്തെ നമ്മളിന്ന് രാവിലെ നല്ല പൂരിയും പിന്നെ ഉരുളക്കിഴങ്ങും അതുപോലെ ക്യാരറ്റൊക്കെ ഇട്ടിട്ടുള്ളൊരു ഇഷ്ടമാണ് കേട്ടോ. ഒന്ന് പൂരിയും ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഞാൻ കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് കടുവറുത്ത് കൊടുത്താൽ മതി. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ നമ്മളെ പൂരിയും ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി ഒപ്പം അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ രാവിലെ എന്തായാലും ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്ന് കുട്ടികൾക്കൊക്കെ പോകാനും ഇതിനെ കുറച്ച് ദിവസം നല്ലൊരു സുഖമായിരുന്നു. സാവധാനത്തിൽ ചെയ്താൽ മതിയായിരുന്നു രാവിലെയൊക്കെ. ഇനിയിപ്പോൾ സ്കൂൾ തുറന്ന് എല്ലാവരും പോകാനും അപ്പോൾ നമ്മളെ കാക്ക പോകാനായിക്കണം കേട്ടോ. അപ്പോൾ വേഗം ചൂടോടെ 2 പൂരിയൊക്കെ കൊണ്ടുപോയി കൊടുത്തേക്കാണ്. ഇവർ ഇങ്ങനെ ചുട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ സമയമായി ആർക്കും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. പൂരി അങ്ങനെ ചൂടോടെ അങ്ങനെ ആ പൊള്ളപ്പോടെ കഴിക്കണം, അപ്പോൾ അത് നല്ല രസം ഉണ്ടാവുക. അങ്ങനെ നമ്മളത് പൂരിയും കിഴങ്ങ് കറിയും ഒക്കെ റെഡി ആക്കിയിരിക്കണം. അപ്പോൾ കറി ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ പാത്രമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തും വെക്കാമല്ലോ. അപ്പോൾ ബാക്കി ഉണ്ടെങ്കിലും അപ്പോൾ അതന്നെ ആ പാത്രത്തിൽ തന്നെ അങ്ങനെ വെക്കാമല്ലോ. ബാക്കി ഉണ്ടെങ്കിലും വൈകുന്നേരമൊക്കെ വന്ന് ചായക്കൊക്കെ കൊടുക്കാം. അപ്പോൾ എന്തായാലും മക്കൾ ചായയും കൂടിയൊക്കെ കഴിഞ്ഞവരൊക്കെ പറഞ്ഞയച്ചേക്കണം കേട്ടോ. ഇനി നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ പൂരിയൊക്കെ എടുത്ത് നല്ല ചായ അല്ല എന്നത് കോഫിയാണ് കേട്ടോ. കുറച്ച് കോഫിപ്പൊടി ഉണ്ടായിരുന്നു, അതിട്ടിട്ടൊരു ചായയും കാച്ചി. അങ്ങനെ നമ്മൾ ചായയുടെയൊക്കെ കഴിഞ്ഞതാ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടണം. അപ്പോൾ നമ്മളെ ഉപ്പിലിട്ട വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ സംഭവങ്ങളൊക്കെ തീർന്നിക്കണം കേട്ടോ. ഇവിടെ പിന്നെ ഉപ്പിലിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തീരും, ബാക്കിയാകണ ഒരു പേടിയേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുപ്പികളൊക്കെ അതൊന്ന് ഞാൻ കഴുകി പാത്രക്കാണ്. ഇനി അടുത്ത ഉപ്പിലിടലുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ പാത്രമൊക്കെ കഴുകി സെറ്റാക്കി വെച്ചേക്കണം. പിന്നെ നമുക്ക് ഇന്നൊരു മീൻ കറിയും കൂടെ ഉണ്ടാക്കണം. ചോറക്ക് മീൻ കറിയാണ്, ഉപ്പേരി അങ്ങനെയൊക്കെ ഉണ്ടാക്കണം ഇനി. അപ്പോൾ സൂദാ മീനാണ് കേട്ടോ കിട്ടിയിരിക്കണത്. 1/2 കിലോനെ വാങ്ങിയിട്ടുള്ള 3 മീനുണ്ട്. അപ്പോൾ അത് നന്നാക്കാനൊക്കെ എളുപ്പമാണല്ലോ, പെട്ടെന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അവിടെ വെച്ചിട്ട് നമുക്ക് ഇന്നലത്തെ കുറച്ച് ബാക്കി ചോറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ചൊന്ന് ചുടുവെള്ളത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം ഒന്നും അധികം വേസ്റ്റ് ആക്കാതെ കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ എല്ലാവരും നമുക്ക് കിട്ടാത്ത പോലെ കുറിച്ച് ആലോചിക്കുക. നമുക്ക് ഇങ്ങനെ ചോറൊക്കെ ബാക്കി വരുമ്പോൾ കളയാൻ തന്നെ തോന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം കഴുകിയിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിലിട്ട് ഊറ്റിയെടുക്കും കേട്ടോ. ഞാൻ ചോറ് ബാക്കിയുള്ളത് കളയാറേ ഇല്ല. അങ്ങനെ മീനൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാണ്ട് ഇനി ഉപ്പേരിക്കും ഒക്കെ നന്നാക്കി എടുക്കാണ്ട് കേട്ടോ. അപ്പോൾ മീനിൻ്റെ വേസ്റ്റ് കൊണ്ടുപോയി ഇടാൻ പോകുമ്പോഴാണ് അപ്പോൾ മീനിൻ്റെ വേസ്റ്റും കൂടെ ഒന്ന് എടുത്തിട്ട് പിന്നെ അല്ലെങ്കിൽ 2 പ്രാവശ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കട്ടെ. അപ്പോൾ ഒറ്റ തവണ അങ്ങോട്ട് പോയി കൊണ്ടിട്ട് വന്നാൽ ആ പണി അങ്ങോട്ട് തീർന്നു കിട്ടിക്കോളും. അപ്പോൾ പണി എപ്പോഴും നമ്മൾ എളുപ്പപ്പണികൾ നോക്കുക കേട്ടോ. പെട്ടെന്ന് പണികൾ ഒരുപാട് ഇങ്ങനെ ഐഡിയ ഇല്ലാതെ പണി ചെയ്യുമ്പോൾ നമുക്ക് പണി വൈകുന്നേരം വരെ പണികൾ തന്നെ ആകും. അപ്പോൾ ഓരോ ഓർഡറിൽ ഇങ്ങനെ ചെയ്തു പോകുകയാണെങ്കിൽ നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് തീരുകയും ചെയ്യും. നമ്മൾ അങ്ങോട്ട് ക്ഷീണിക്കില്ല. രാവിലെ തുടങ്ങിയ ഓട്ടം ഉച്ച വരെ നമുക്ക് തന്നെയല്ലേ പണി, കയ്യും കാലിലും ഒരു റെസ്റ്റ് ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് മീനൊക്കെ കേട്ടോ ക്ലിയറാക്കി ഒന്ന് കഴുകിയെടുത്തേക്കണം. ഇനിയിപ്പോൾ അതിൻ്റെ വാല് മുറിക്കാൻ മറന്നു പോയിട്ടോ. അപ്പോൾ വാല് മുറിച്ചിരുന്നില്ല, കഴുകിയൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് വാല് കണ്ടത്. അപ്പോൾ എന്തായാലും അതൊക്കെ സെറ്റാക്കി വേസ്റ്റൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ പാത്രങ്ങളും ഒക്കെ കഴുകി ക്ലീനാക്കി വെച്ചിട്ട് അടുക്കള അങ്ങനെ ക്ലീനാക്കി. രാവിലത്തെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ഒരു പരക്കലാണല്ലോ അടുക്കള. അപ്പോൾ അടുക്കളയിലത്തെ പിന്നെ പാത്രങ്ങൾ പിന്നെ പറയണ്ട, നമുക്ക് ഇഷ്ടം പോലെ കഴുകണം. വൈകുന്നേരം വരെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഞാൻ ആ മീനുകൊണ്ട് കറിയാട്ടം ഉണ്ടാക്കണം, പൊരിക്കണമൊന്നുമില്ല. കുറേ ദിവസമായി മീൻ കറി കൂട്ടിയിട്ടോ. അപ്പോൾ ഫുള്ള് കുറേ ദിവസമായി വെറും ഇറച്ചിയും അത് ഇത് പറഞ്ഞാണ്ട് അപ്പം ഉണക്കമീൻ കൂട്ടിക്കണം കേട്ടോ. ഉണക്കമീൻ ഉണ്ട്, പക്ഷേ ഞാനത് വെച്ചില്ല. അത് മക്കൾക്കൊന്നും അങ്ങനെ ഇഷ്ടമല്ല. മീൻ കറി പച്ചമീൻ കറിയൊക്കെ ആണെങ്കിൽ കൂടുതൽ, ഉണക്കൽ മീൻ കറിയൊക്കെ ഞാൻ മാത്രമേ ഇവിടെ കഴിക്കും. ഞാനും നമ്മളെ കാക്കും കഴിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ മീൻ കറിക്കുള്ള
പൊടിയും തക്കാളി ഉള്ളി എല്ലാം വാട്ടി പുളിവെള്ളമൊക്കെ പാർന്ന് അതൊക്കെ തിളച്ചിക്കണം കേട്ടോ. ഇനി നമ്മളെ മീനൊക്കെ ഒന്ന് ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ മീനെന്ന് വെച്ചാൽ വറ്റ അങ്ങോട്ട് ഉടഞ്ഞു പോകില്ല കേട്ടോ, എത്ര വെന്താലും ഉടഞ്ഞു പോകില്ല, നല്ല ടേസ്റ്റാണ് ചൂതാ മീൻ പുളിയിട്ടത് കേട്ടോ. അധികം എല്ലാവരും പൊരിക്കലാവും, ഞാനും പൊരിക്കൽ തന്നെയാണ്, പക്ഷെ ഇന്ന് നമ്മൾ ഇതാട്ടോ കറി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാക്കണോ ഉപ്പേരി ഉണ്ടാക്കാൻ ക്യാരറ്റാണ് കേട്ടോ. ഞാൻ ക്യാരറ്റ് ഇങ്ങനെ ചെറിയ കഷ്ണമായിട്ട് നുറുക്കിയെടുത്തേക്കണം കേട്ടോ. എനിക്ക് മറ്റേ നമ്മൾ ഇതിൽ ഇങ്ങോട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല, ആകെ ഒരു എന്തോ പോലെ വെള്ളം പീച്ച പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ. ഉപ്പേരി ഇങ്ങനെ ചെറിയ കഷ്ണമാക്കി ഇങ്ങനെ മുറിച്ച് വെക്കുകയാണെങ്കിൽ ഒരു വേറെ രസം തന്നെ കേട്ടോ. അത് ഞാൻ എപ്പോഴും അങ്ങനെ ഉണ്ടാക്കാറ്. അപ്പോൾ കടുകൊക്കെ ഇട്ട് കൊടുത്തേക്കണ്, എണ്ണ ചൂടായി കടുകിട്ട് പച്ചമുളകും പിന്നെ നമ്മളെ ഉള്ളിയൊക്കെ ഇട്ടിട്ടൊന്ന് നല്ലോണം ഒന്ന് വാട്ടിയിരിക്കട്ട്. കറിവേപ്പിലിൻ്റെ ഒരു മിസ്സിങ് ഉള്ളൂ കേട്ടോ, കറിവേപ്പില കഴിഞ്ഞിട്ട് ഇന്നലെ ഞാൻ വരെ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ ഇന്ന് രാവിലെ എടുത്ത് കളഞ്ഞു, കറുത്ത കളറായിട്ടോ. പിന്നെ ഞാൻ അതിക്ക് ഇടൂല, ഞാൻ എടുത്ത് കളയാ ചെയ്യൽ. അപ്പോൾ എന്തായാലും നമ്മളത് ഉപ്പേരിയൊക്കെ ഇട്ട് കൊടുത്തേക്കണ കുറച്ച് നാളികേരം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണ്ട, വെള്ളമൊന്നും പാരുന്നില്ല, ക്യാരറ്റല്ലേ അത് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അതങ്ങോട്ട് സെറ്റാക്കി അടച്ച് വെച്ച് ഇനി ഒന്ന് ആവിക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചക്കലത്തേക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നല്ല മീൻകറി, നല്ല ഉപ്പേരി കേട്ടോ, പിന്നെ പപ്പടമൊക്കെ ഉണ്ട്, പപ്പടം അച്ചാറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതൊന്നും ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ നമ്മളതാ മീൻകറി ആയി, ഉപ്പേരിയും ചോറും എല്ലാം റെഡി ആയിക്കണം. ഇനി നമ്മൾ അലക്കാനും കുളിക്കാനും മാത്രമേ കേട്ടോ. അപ്പോൾ നല്ല വിശപ്പുണ്ട് കേട്ടോ, ഇപ്പോൾ ചോറുണ്ണാൻ സമയം ആയിട്ടുമില്ല. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് 2-3 ക്യാരറ്റ് എടുത്ത് ഞാൻ വേവിച്ചിട്ട് കുറച്ച് പാലൊക്കെ ഒഴിച്ച് ഏലക്കായൊക്കെ ഇട്ടതാട്ടോ, ഒരു ജ്യൂസ് കൊണ്ട് അടിച്ച് കുടിച്ചു കേട്ടോ. അപ്പോൾ നമ്മളെ ശരീരം കൂടി നോക്കണമല്ലോ അല്ലേ, വീട്ടു ജോലി മാത്രം ചെയ്തിങ്ങനെ നടക്കാൻ പറ്റില്ല. രാവിലെ ആ ബൂരി കഴിച്ചാൽ തന്നെ ഒരു ഇടങ്ങേറാട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ ചോറീറ്റിയൊക്കെ കഴിഞ്ഞ് ഇതൊരു 4 മണിയായപ്പോഴുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മളെ മക്കളൊക്കെ വരാനായിക്കണം. അപ്പോൾ എന്തെങ്കിലും ഒരു ചായക്ക് കടി ഉണ്ടാക്കണം. ബിസ്ക്കറ്റ് പിന്നെ എന്നും ഇവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ ബിസ്ക്കറ്റ് മതിയായിക്കണം. ബിസ്ക്കറ്റ് ഇപ്പോൾ ആരും തിന്നില്ല, ഞാൻ തന്നെ തിന്ന് തീർക്കണം. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ബജ്ജി മിക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ അവിടുത്തെ ബജ്ജി മിക്സ് പാലക്കാട്ടത്തെ. അപ്പോൾ ഞാനതൊരു 2 പാക്ക് കൊടുന്നു, ചെറിയ പാക്കാട്ടോ കിട്ടിയത്, വലുത് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പച്ചക്കായ ഉണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് ബജ്ജി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ 2 കായ തന്നെ ഉള്ളൂ കേട്ടോ, അധികമൊന്നുമില്ല, 2 കായ ഉള്ളൂ. അപ്പോൾ അത് ഉള്ളത് കൊണ്ട് അങ്ങോട്ട് ഓണം പോലെ എന്ന് പറയില്ലേ, അതുകൊണ്ട് അങ്ങോട്ട് ഉണ്ടാക്കി. ചായക്ക് മക്കൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം അവർക്ക്. എണ്ണക്കടി ആകുമ്പോൾ പിന്നെ നല്ല ഇഷ്ടമാണ് കേട്ടോ, എണ്ണക്കടി എത്രയും തിന്നും, ഞാനും കഴിക്കും കേട്ടോ നല്ലോണം എണ്ണക്കടി. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എണ്ണക്കടി നിർത്തലാക്കിയിരിക്കുകയാണ്. ഒക്കത്തിനും മുഖക്കുരു അതൊക്കെ വന്നിട്ട് ചെറുക്കന്മാരെ മുഖത്തൊക്കെ കുരു ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഈ എണ്ണക്കടി ഇങ്ങനെ കൊടുത്തിട്ട്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി കായ ബജ്ജി ഇത് ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. അതിലേക്കുള്ള ചമ്മന്തിയോ സോസോ ഒന്നും ഇല്ല കേട്ടോ, ചമ്മന്തിയോ ഒരു പൊടിയൊക്കെ ഉണ്ട് കേട്ടോ, ആ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമുണ്ടാകും. ഇത് ഞാനൊരു 2 ബ്രെഡ് ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ മാവ് ബാക്കി വന്നപ്പോൾ ആ ബ്രെഡ് ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ബ്രെഡ് ബജ്ജി ഉണ്ടാക്കിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ, നാളെ കാണാം കേട്ടോ. ഓക്കെ, ബൈ.